ഇവിടെ ഒരു റോബോ പഴയതായതുകൊണ്ട് അതിന് ചാർജ് പോലും ഇടാതെ ആ റോബോയിനെ എടുത്ത് റോഡിലേക്ക് എറിയുന്നു. റോഡിൽ ഒത്തിരി പേരുണ്ടെങ്കിലും ഈ റോബോനെ ആരും വകവയ്ക്കാതെ അതിനാരും ചാർജ് ഇടാൻ പോലും മുന്നോട്ട് വരുന്നില്ല. അഡ്വാൻസ്ഡ് മോഡൽ റോബോകൾ വന്നതുകൊണ്ട് പഴയ മോഡലിൽ ഇരിക്കുന്ന ഈ റോബോയിനെ റോഡിലേക്ക് എറിഞ്ഞു കളഞ്ഞതാണ്. ഇപ്പൊ ഈ റോബോയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്നും അറിയത്തില്ല, എങ്ങോട്ടാണ് പോകേണ്ടതെന്നും അറിയത്തില്ല. ബാറ്ററി വേറെ ഒത്തിരി ലോ ആയിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ റോബോ ടയേർഡായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങുന്നു. അതുകൊണ്ട് റോഡിന്റെ ഒരു സൈഡിൽ പോയി ഇരിക്കുന്നു. ആ സമയത്ത് ഒരു പെൺകുട്ടി വന്ന് ആ റോബോയോട് വർത്തമാനം പറയും. എന്നിട്ട് അവളുടെ കയ്യിലിരുന്ന ബലൂൺ എടുത്ത് ആ റോബോയുടെ കൈ കൊടുത്തിട്ട് അമ്മ വിളിക്കുമെന്നും പറഞ്ഞിട്ട് പോകും. ആ കുഞ്ഞിനെ ഇടിക്കുന്ന പോലെ ഒരു കാറ് വരുന്നത് കണ്ട ഈ റോബോ ചാടി ചെന്ന് ആ കുഞ്ഞിനെ രക്ഷിക്കുന്നു. ഒട്ടും എനർജി ഇല്ലാതെ ഇരിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് ഈ റോബോ ഭയങ്കരമായിട്ട് ടയേർഡ് ആകുന്നു. നമ്മൾ ഇവർക്ക് ഇത്രയും വലിയ ഹെൽപ്പ് ചെയ്തല്ലോ, ഇപ്പോഴെങ്കിലും നമ്മളെ ഇവരെ വീട്ടിലേക്ക് കൊണ്ടുപോകുമായിരിക്കും എന്നോർത്ത് അത് കുറെ നേരമായിട്ട് അവരെ തന്നെ നോക്കിക്കൊണ്ട് ടാറ്റ കാണിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ബാറ്ററി 0% ആയി അത് താഴെ വീഴുന്നു. ആ കൊച്ചിനെ ഇത്രയും വലിയ ഹെൽപ്പ് ചെയ്തിരും അവർ ആ റോബോനെ വകവയ്ക്കാതെ അതിനെ ആ റോഡിൽ തന്നെ വിട്ടിട്ട് പോകുന്നു. ഇതിൽ നിന്ന് ഒരു ചെറിയ മെസ്സേജാണ് അവർ പറയാൻ വരുന്നത്. നമുക്ക് വേണ്ടിയിട്ട് ആരും നിൽക്കുകയല്ല, നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ മാത്രമേ ഉള്ളെന്ന്.